ഹലോ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും പുതുവത്സര ആശംസ. പുതിയതായി ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഗെയിമിംഗ് പ്രോസസ്സർ AMD എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്കും ഗെയിമിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. തീർച്ചയായും അതുപോലെ തന്നെയാണ് AMDയുടെ എല്ലാ പ്രോഡക്റ്റുകളും അവർ മാർക്കറ്റിൽ ഇറക്കുന്നത്. AMDയുടെ ഏറ്റവും പുതിയ ഗെയിമിംഗ് പ്രോസസ്സറായ AMD Ryzen5 കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. AMD Ryzen5 3500 പ്രോസറിന്റെ അൺബോക്സിംഗ് ആണ്. Ryzen5 AMD സോക്കറ്റ് AM4 ആണ് സോക്കറ്റ് വരുന്നത്. 19 MB ക്യാഷ് ഉണ്ട് പ്രോസറിൽ. Ryzen പ്രോസറിന്റെ പുറത്ത് തന്നെ ഒരു ബ്രാൻഡ് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. 3rd ജനറേഷൻ പ്രോസറാണ് AMD Ryzen5 3500. 6 കോറുകളാണ് ഇതിൽ വരുന്നത്. 6 കോർ പ്ലസ് 6 ത്രെഡ്. ഓക്കെ, നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്തു. പ്രോസസ്സർ നമുക്ക് ആദ്യം പുറത്തെടുക്കാം. പ്രോസസ്സർ AMD Ryzen5 3500. പ്രോസസ്സർ മാത്രമേ ഈ കവറിലുള്ളൂ. പ്രോസസ്സർ ഒരു സ്റ്റിക്കർ CPU ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള റൈസന്റെ ഒരു സ്റ്റിക്കർ, AMD Ryzen5 എന്ന് എഴുതിയിട്ടുള്ള, കാണാനൊക്കെ ലുക്കിംഗ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ. ഓക്കെ, AMDയുടെ ബ്രൗഷറാണ് വരുന്നത്. 2 ബ്രൗഷർ വരുന്നത്. ഒന്ന് പ്രോസസർ യൂസർ മാനുവൽ, വാറണ്ടി, എത്ര വർഷമാണ് വാറണ്ടി? 3 വർഷം വാറണ്ടി ഉണ്ട് AMDയുടെ പ്രോസസറിന്. 3 ഇയർ വാറണ്ടി. ഇത് AMDയുടെ പ്രോസസർ ഏതൊക്കെ സോക്കറ്റ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അവർ ആ ബ്രൗഷറിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സോക്കറ്റുകൾ ഉള്ള മദർ ബോർഡിൽ ഈ പ്രോസസർ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതാണ് Ryzen പ്രോസസർ. ഗെയിമിംഗ് സീരീസുകളായിട്ടുള്ള മിക്ക സിസ്റ്റത്തിലും ഇപ്പോൾ Ryzen സീരീസിലുള്ള പ്രോസസറുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പ്രോസസർ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. AMDയുടെ ബ്രാൻഡ് ഫാൻ, AMDയുടെ ബ്രാൻഡ് CPU ഫാനാണ്. സാധാരണ നമ്മൾ നോർമൽ ഫാനിനേക്കാളും അല്പം കൂടെ വലിയ ഫാനാണ് AMDയുടെ ഈ Ryzen സീരീസിൽ വരുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റൈലിഷ് ഫാൻ. അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ആ ഫാൻ ഒരു മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 4 സ്ക്രൂകൾ, ബോർഡിലേക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 സ്ക്രൂകളുണ്ട്. ഹീറ്റ് സിങ്ക്, പ്രോസറിന്റെ ഹീറ്റ് സിങ്ക്
ഫാനിൻ്റെ അടിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ള ഹീറ്റ് സിങ്ക് പ്ലസ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അതിലുണ്ട്. ഫാനിൻ്റെ കണക്ഷൻ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഫാനിൻ്റെ കണക്ഷൻ. പ്രോസസർ നമുക്ക് നോക്കാം. AMD ഇറങ്ങുന്ന കാലം മുതൽ തന്നെ AMD പിൻ പ്രോസസ്സുകളാണ് അവർ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. AMD ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം, പിന്നുകളാണ് പ്രോസസറിൻ്റെ കണക്ഷനിൽ വരുന്നത്. ബേസ്ഡ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.6 GHz ആണ്. 3.6 GHz ആണ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. നമുക്ക് 4.1 GHz വരെ ബൂസ്റ്റ് അപ്പ് ചെയ്യാൻ പറ്റും AMD Ryzen5. അതുപോലെ തന്നെ 19 MB ക്യാഷ് ഉണ്ട്, ക്യാഷ് മെമ്മറി 19 MB ഉണ്ട് Ryzen പ്രോസസറിന്. AM4 സോക്കറ്റ് വരുന്ന ഏത് മദർ ബോർഡിലും ഈ പ്രോസസർ സ്യൂട്ട് ആവുന്നതാണ്. ഈ പ്രോസസർ സ്യൂട്ട് ആവുന്ന മദർ ബോർഡുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ മറക്കാതെ കാണുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AMD Ryzenനെ കുറിച്ച് പറയാനുള്ളത്. ഗെയിമിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോസസർ സീരീസാണ് AMD Ryzen5 3500 ആണ് പ്രോസസറിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AMD Ryzenനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.